അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പറഞ്ഞതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് സ്വഹാബികൾ ആശ്രയിച്ചിരുന്നത്. ധാരാളം സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബികളിൽ പ്രമുഖനായ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേവലാതി പറയുന്നുണ്ട്, ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറൻ അൻസാഹു. നബിയെ, അങ്ങയിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഞാൻ കേട്ടു, പക്ഷെ ഞാൻ മറന്നു പോവുകയാണ്. എൻ്റെ മറവിക്കൊരു പരിഹാരം വേണം എന്ന രീതിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേവലാതി പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഉബ്സുത്തു റിദാഅക, നിങ്ങളുടെ മേൽത്തട്ടത്തെ നിങ്ങൾ വിരിക്കുക. അത് വിരിക്കുന്നു. അതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായുവിൽ നിന്ന് അതിലേക്ക് ഇങ്ങനെ കോരിയിടുന്നു. എന്നിട്ടതിനെ അണച്ചു പിടിക്കാൻ പറയുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിനെ അണച്ചു പിടിക്കുന്നു. മഹാനവറുകൾ പറയുന്നത് കാണാം, ഫമാ നസീതു ഷൈഅൻ ബഅദഹു, അതിനുശേഷം ഞാൻ ഒന്നും മറന്നിട്ടില്ല. മറവി ബാധിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനിക്ക് പിന്നീട് ജീവിതകാലത്ത് മറവി ഉണ്ടായിട്ടേ ഇല്ല എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ മറ്റൊരു സംഭവം കാണാം. ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ എപ്പോഴും കുതിരപ്പുറത്ത് നിന്ന് വീഴുന്ന ഒരു ബുദ്ധിമുട്ട്, പ്രയാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ചെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ച് ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ ജരീർ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ തടവിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ സബ്ബിതുഹു, അല്ലാഹുവേ അദ്ദേഹത്തിന് സ്ഥിരത നൽകണം എന്നർത്ഥത്തിൽ ദുആ ചെയ്യുന്നു. വജഅൽഹു ഹാദിയൻ മഹ്ദിയ എന്നിങ്ങനെ ദുആ ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് കുതിരപ്പുറത്ത് നിന്ന് വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഭൗതികവും അഭൗതികവുമായ സകല പ്രശ്നങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് ഇടപെടുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവ് വഫാത്തായ സമയത്ത് ധാരാളം കടങ്ങളുണ്ടായിരുന്നു. ഈ കടം കൊണ്ട് പ്രയാസപ്പെട്ട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, നബിയെ, എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി, ധാരാളം കടങ്ങളുണ്ട്. ഉപ്പ ബാക്കി വെച്ച ഈത്തപ്പഴത്തോട്ടത്തിൽ നിന്നുള്ള വിളവ് കൊണ്ട് ഒരു വർഷം നൽകിയാലും കടം വീടുകയില്ല എന്ന് പരാതി പറയുന്നു. കടം ലഭിക്കാനുള്ളവർ വന്ന് പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ വരണമെന്ന് പറയുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ആ ഈത്തപ്പഴങ്ങൾ കൂട്ടിയിട്ട സ്ഥലത്ത് ചെല്ലുന്നു. ഈത്തപ്പഴ കൂമ്പാരത്തിനരികിലൂടെ നടന്ന് ദുആ ചെയ്തു കൊടുക്കുന്നു. ഒരു കൂമ്പാരത്തിൻ്റെ അരികിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് കടക്കാർക്ക് അളന്നു കൊടുക്കാൻ കൽപ്പിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു കടക്കാർക്കെല്ലാം അതിൽ നിന്ന് ഓഹരി വെച്ച് അവരുടെ വിഹിതം നൽകി. അത്ഭുതമെന്ന് പറയട്ടെ, എല്ലാ കടക്കാർക്കും അവരുടെ വിഹിതം നൽകിയതിന് ശേഷവും ആ ഈത്തപ്പഴ കൂമ്പാരത്തിൽ ഈത്തപ്പഴങ്ങൾ ബാക്കിയാണ്. ഇങ്ങനെ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഹാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ജീവിതകാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലഭിച്ച സഹായങ്ങളാണ്. എന്നാൽ വഫാത്തിന് ശേഷവും ധാരാളം സംഭവങ്ങൾ നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം ആദ്യമായിട്ട് നബിയെ വിളിക്കുന്നത് ഈ ഉമ്മത്തിൻ്റെ പ്രധാനിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്.
ഷഫീഉൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുന്ന സമയം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വരുന്നു. വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നിന്ന് കഫൻ പുടവ മാറ്റിക്കൊടുക്കുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ നെറ്റിയിലും കവിളത്തും ചുടുചുംബനങ്ങൾ നൽകുന്നു. കരഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, തിബ്ത ഹയ്യം വ മൈത, നബിയെ അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും വഫാത്തായതിനു ശേഷവും എന്തൊരു പരിമളമാണ്, എന്തൊരു സുഗന്ധമാണ് അങ്ങിൽ നിന്ന് വരുന്നത് എന്നിങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. തുടർന്ന് തന്നെ പറയുന്നത് കാണാം, ഉദ്കുർനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈക ഇൻദ റബ്ബിക്, നബിയെ അങ്ങയുടെ റബ്ബിൻ്റെ അരികിൽ ഞങ്ങളുടെ വിഷയവും പറയണം നബിയെ എന്ന് പറയുന്നത് കാണാം. വൽനകുൻ മിൻ ബാലിക്, അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾ ഉണ്ടായിരിക്കണം നബിയെ എന്ന് തുടങ്ങിയ വൈകാരികമായിട്ടുള്ള തേട്ടം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയം മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിലും മഹാനായ ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇത്ഹാഫുസ് സായിറിലും ഉദ്ധരിക്കുന്നത് കാണാം. അങ്ങനെ തുടങ്ങി ധാരാളം കിതാബുകളിൽ ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലും വഫാത്തിന് ശേഷവും പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹാരങ്ങൾ നേടിയെടുത്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ രീതി തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ പിൻപറ്റുന്നതും സ്വീകരിച്ചു വരുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.